മൂസി സാറാണ്. ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് 2 points ഓൺ ദ നമ്പർ ലൈൻ. സംഖ്യാരേഖയിൽ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അതിന്റെ മിഡ് പോയിന്റ് മധ്യബിന്ദു കണ്ടുപിടിക്കുക. ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന്. മക്കളെ ഞാൻ ഇതാ 2 പോയിന്റ് ഇവിടെ കൊടുത്തു, 5ഉം 7ഉം. അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ആ 5ഉം 7ഉം അങ്ങോട്ട് പ്ലസ് ചെയ്യുക, അതിന്റെ പകുതി എടുക്കുക. മിഡ് പോയിന്റ് ഈക്വൽ ടു 2 പോയിന്റ് കൂട്ടുക, അതിന്റെ പകുതി. 5 + 7 എന്ന് പറഞ്ഞാൽ 12, 12. 12 / 2 that is equal to 6. 6 ആണ് ഇതിന്റെ മിഡ് പോയിന്റ്. അപ്പോൾ ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ തന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 പോയിന്റിന്റെ -10 എന്നുള്ളൊരു പോയിന്റും 4 എന്നുള്ളൊരു പോയിന്റും അതിന്റെ മിഡ് പോയിന്റ് എന്തായിരിക്കും എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിമ്പിൾ ആണ്. ആ 2 പോയിന്റ് പ്ലസ് ചെയ്യുക, പകുതി എടുക്കുക. സോ മക്കളെ ശ്രദ്ധിച്ചോ, -10 + 4 / 2. വാട്ട് ഈസ് -10 + 4? മൈനസും പ്ലസും ആണ്. നെഗറ്റീവ് -10 + 4 എന്ന് പറഞ്ഞാൽ മൈനസും പ്ലസും ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. സോ അത് ആൻസർ ഈസ് 10ൽ നിന്ന് 4 കുറച്ചാൽ 6 ആണ്. വലുതിന്റെ ചിഹ്നം മൈനസ് ആണ്. സോ ദ ആൻസർ ഈസ് -6 / 2. -6/2. -6ന്റെ പകുതി that is equal to -3 is the answer. അപ്പോൾ -10ന്റെയും 4ന്റെയും മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സംഖ്യാരേഖയിൽ -3 is the right answer. മക്കളെ ഇങ്ങനെയാണ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ -6ന്റെയും 2 എന്നുള്ള പോയിന്റിന്റെയും മിഡ് പോയിന്റ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യുക. എത്ര പേര് കമന്റ് ചെയ്യുന്നത് നോക്കട്ടെ. എല്ലാവരും കമന്റ് ചെയ്യുക. സോ മക്കളെ ഇനിയും ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്താൽ ഇനിയും ഇതുപോലെ തന്നെ നമ്മൾ എക്സാം വരെ ഒരുപാട് ക്വസ്റ്റ്യൻസുമായി വരുന്നതായിരിക്കും. ബൈ.